എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ ആർദ്രമായി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് സംഭവത്തിലേക്ക് കിടക്കാം. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോ ആണെന്നുണ്ടാവുന്ന സംഭവം. ജിൻഡോൻ്റെ ദാമ്പത്യം എങ്ങനെ പരാജയപ്പെട്ടു, എന്താണ് കാരണം, ജിൻഡോൻ്റെ പ്രശ്നമാണോ അതേ വൈഫിൻ്റെ പ്രശ്നമാണോ എന്ന് നമുക്കിതിൽ പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ജിൻഡോയ്ക്ക് നമുക്ക് ഈ സീസണിൽ വിന്നറായപ്പോൾ ജിൻഡോയ്ക്ക് നഷ്ടപ്പെട്ടത് ഒരു വലിയൊരു കാറാണ്. മാരാരുടെ സീസണിൽ ഒരു കാറ് കിട്ടിയിരുന്നു. ഈ സീസണിൽ കാറില്ല. കാറ് സ്പോൺസർ ചെയ്യാനായിട്ട് ആളുണ്ടായിരുന്നില്ല. ബിഗ് ബോസ് നേരിട്ട് പോക്കറ്റിൽ നിർത്തിട്ട് കാർ മേടിച്ചു കൊടുക്കില്ല, 10 പൈസ പ്രൈസ് മണിയും കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് 50 ലക്ഷം രൂപ ജിൻഡോയ്ക്ക് ഒരു ദിവസം 10,000 രൂപയുടെ റെമുനറേഷൻ ഒരു ദിവസത്തെ. അപ്പോൾ 100 ദിവസം നിന്ന നിലയ്ക്ക് 10 ലക്ഷം രൂപ. അപ്പോൾ 50ഉം 10ഉം 60 ലക്ഷം രൂപ ഒരു 2 മാസത്തിനുള്ളിൽ മൂപ്പര അക്കൗണ്ടിൽ വന്ന് ചേരും. അപ്പോൾ ഇതാണ് ജിൻഡോയ്ക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ പല സ്ഥാപനങ്ങളും കൊടുത്ത ഗിഫ്റ്റുകൾ, വൗച്ചറുകൾ, ഇനിയിപ്പോൾ വല്ല ഇൻ്റർവ്യൂ കൊടുക്കണമെങ്കിൽ അത്, പിന്നെ വല്ല ഉദ്ഘാടനം ചെയ്യാൻ പോകണമെങ്കിൽ അത്, എന്തായാലും അത് വേറെ, അത് നമുക്കിപ്പോൾ കണക്ക് കൂട്ടാൻ പറ്റില്ല. 60 ലക്ഷം രൂപയിൽ നിന്ന് ടാക്സ്, DTS, ചെന്നൈയിൽ നിന്ന് പൈസ ഇങ്ങോട്ട് വരുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് DTS പോവും. അതുപോലെ തന്നെ മറ്റുള്ള ചെലവുകളെല്ലാം കഴിച്ച് വരുമ്പോൾ തന്നെ ഈ ഒരു 10-20 ലക്ഷം രൂപയോളം നഷ്ടപ്പെടും. പിന്നെ കിട്ടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 40 ലക്ഷം രൂപയാണ്. പിന്നെ ഇവിടെ ഒരു ഹോമറുണ്ട്. ബിഗ് ബോസ് ഒരു പെട്ടി വയ്ക്കുന്നുണ്ട്. ആ പെട്ടിയിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആൾക്കാരുടെ പൈസയെന്നാണ് ഈ പൈസ കുറയ്ക്കണമെന്ന് പറയുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് അത് തന്നെയാണ് കണക്ക്. അപ്പോൾ നമ്മുടെ സായി എടുത്തു കൊണ്ടുപോയ 5 ലക്ഷം രൂപ വിന്നറായ നമ്മുടെ ജിൻഡോയിൽ നിന്ന് കുറയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു 35 ലക്ഷം രൂപയോളാണ് നമ്മുടെ ഇത്രയും ഇതിൽ വിന്നറായിട്ട് വരുന്ന നമ്മുടെ ജിൻഡോയ്ക്ക് കിട്ടുന്നത്. ജിൻഡോ 35 ലക്ഷം രൂപ കിട്ടിയാലും ജിൻഡോ പുറത്ത് നല്ല പൈസക്കാരനാണ്. ജിൻഡോയ്ക്ക് ജിമ്മിൻ്റെ ട്രെയിൻ സെൻറ്റർ തന്നെ ഒരു 4 സ്ഥലത്ത് 4 ട്രെയിൻ സെൻറ്റർ നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗൾഫിലും നടക്കുന്ന 2 സ്ഥലത്ത്. അപ്പോൾ മൂപ്പര് ഇതിന് മുമ്പ് തന്നെ പൈസ ഉണ്ടാക്കി ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് നമ്മുടെ അച്ഛനമ്മയൊക്കെ ഒരുപാട് കൂലിപ്പണിക്കൊക്കെ പോയിട്ട് ജീവിച്ചതാണ്. പക്ഷെ ഓരോരുത്തരെ സമയം തെളിയാനായിട്ട് അധികം വേണ്ടല്ലോ. പല ഫീൽഡിലും പണികളൊക്കെ നോക്കിയിട്ട് എല്ലാം പരാജയമാണ് അടയിന്. ജിൻഡോനെ നാട്ടുകാർ പോലും കളിയാക്കലുണ്ട്. എന്താ വെച്ചാൽ ഒരു പണിക്ക് രക്ഷപ്പെടില്ല, എല്ലാം കൊണ്ട് ഇത് മുടിക്കുള്ള ഒരു ഫീൽഡിൽ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ മൂപ്പര് ജിമ്മിൽ വരുന്നത്. കരോട്ട പഠിച്ചു, ബോക്സിങ് പഠിച്ചു, പിന്നെ അതിലൊന്നും കപ്പൊന്നും കിട്ടിയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ മൂപ്പര് ഇതിൽ പോയി, ഈ ജിമ്മിൽ പോയതിന് ശേഷമാണ് മിസ്റ്റർ കേരള അതിൻ്റെ മൂപ്പര്. അതുപോലെ തന്നെ പല നാഷണൽ അവാർഡുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ പിന്നെ അതൊക്കെ കിട്ടുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജിമ്മിലേക്ക് പോകാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ മൂപ്പര് രക്ഷപ്പെട്ടത്. അത് ഈ പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോ എങ്ങനെയാണ് ഈ പ്രേമഭാഗമായിരുന്നു മൂപ്പരല്ലേ. മൂപ്പര് ഇതുപോലെ തന്നെ പോലീസ് ട്രെയിനിങ് ക്ലബിലേക്ക് മൂപ്പര് ഇതുപോലെ തന്നെ ഒരു ഇൻസ്ട്രക്ടറായിട്ട് അവിടെ ഒരു 1-2 ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു സംഭവം എടുക്കാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. ട്രെയിനിങ് സെൻറ്ററിൽ വെച്ചിട്ട് പരിചയപ്പെട്ടതാണ്. ചിലപ്പോൾ രാമപുരത്താന്ന് തോന്നുന്നുണ്ട്. അവിടെ വെച്ച് പരിചയപ്പെട്ടാണ് ഈ പെൺകുട്ടീനെ. ആ പരിചയം ഇവർ പുതുക്കി, ഇവർ സ്നേഹമായി, പ്രേമമായി, അങ്ങനെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞപ്പോൾ പെൺകുട്ടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോലീസായിട്ട് ജോലിയും കിട്ടി. അങ്ങനെ ഇവരിവിടെ സുഖമായിട്ട് മൂപ്പര് ഒരു ട്രെയിനിങ് സെൻറ്റർ നോക്കി, അത് നോക്കി ഒരു സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇടുത്തി പോലെ ഈ പെൺകുട്ടിക്ക് തിരുവനന്തപുരത്തേക്ക് മാറ്റം കിട്ടുന്നത്. തിരുവനന്തപുരത്തേക്ക് മാറ്റം കിട്ടുമ്പോൾ എന്തുണ്ടായി, ജിൻഡോയ്ക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോകാനും പറ്റില്ല, പോയ ഇവിടുത്തെ കാര്യങ്ങൾ അവതാളത്തിലാവും. ഇവർ ഭാര്യയും ഭർത്താവും തമ്മിൽ കാണുന്ന സമയങ്ങൾ വളരെ കുറഞ്ഞു എന്ന് മാത്രമല്ല, അത് വീട്ടിലായിരിക്കുമ്പോഴും കാണുന്ന സമയങ്ങൾ ബുദ്ധിമുട്ടാണ്. പല സമയങ്ങളുണ്ട് ഡ്യൂട്ടി വരുന്ന പോലീസുകാർക്ക്. ആ ഡ്യൂട്ടി വരുമ്പോൾ ജിൻഡോയ്ക്ക് ഇവിടെ ഒഴിവായിരിക്കും. ഡ്യൂട്ടി കഴിഞ്ഞ് സ്ത്രീ ആ പെൺകുട്ടി വീട്ടിൽ എത്തുമ്പോൾ ജിൻഡോ വർക്കിലായിരിക്കും. ഇങ്ങനെ വരെ ദാമ്പത്യം ഒരുപാട് അകന്നു ഇവർ. അതുപോലെ തന്നെ ഇവിടെ അങ്കമാലിയിൽ വെച്ചിട്ട് തന്നെ അവരുടെ ജീവിതം ഒരുപാട് ഇതുപോലെയുള്ള 2 പേർക്കും ഒരുമിച്ച് ഫ്രീ ടൈം കിട്ടാണ്ടും അതുപോലെ ഒരുമിച്ച് പുറത്തു പോകാൻ പറ്റാണ്ടും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഈ പോലീസുകാരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളൊക്കെ അതുപോലെ തന്നെ ഈ ട്രെയിനിങ് സെൻറ്ററിൽ നടത്തുന്ന ആൾക്കാരുടെ അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. ഇവർ 3 മണിക്കൊക്കെ എണീറ്റ് ട്രെയിനിങ് സെൻറ്ററിൽ വരണം, എത്ര ആൾക്കാർക്ക് ഇത് കൊടുക്കണം, ഇവരെ ശാഖകളുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണം, അങ്ങനെ ഒരുപാട് ഇവരും ചെയ്യണം. അല്ലെങ്കിൽ ഇവരെ ബോഡി ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം ജിൻഡോ ഒരുപാട്
സഹിക്കേണ്ടി വന്നു. അതിനേക്കാൾ കൂടുതൽ സഹിക്കേണ്ടി വന്നു ഭാര്യ. അപ്പോൾ ഭാര്യ വിചാരിച്ചു, എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം, നമുക്കിപ്പോൾ ഒരു കുട്ടിയില്ല, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സ്വരച്ചേർച്ച ഇല്ലാണ്ടിരിക്കുന്ന സമയത്താണ് പോലീസുകാർക്ക് സ്ഥലം മാറ്റം കിട്ടുന്നത് തിരുവനന്തപുരത്തേക്ക്. ആ തിരുവനന്തപുരത്തായപ്പോൾ പിന്നെ ഒരു കാണൽ തന്നെ ഇല്ലാണ്ടായി. അത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് അകലം സൃഷ്ടിച്ചു. അങ്ങനെ ഇവർ മ്യൂച്വലായിട്ട് രണ്ടുപേർക്കും ഒത്തുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മ്യൂച്വലായിട്ട് വലിയ വഴക്കോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ ഇവർ ഡൈവോഴ്സ് ആവുകയും ചെയ്തത്. ഇതാണ് ജിൻഡോൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയത്. അല്ലാണ്ട് ഇപ്പോൾ ഭാര്യയ്ക്ക് ജിൻഡോനെ ഇഷ്ടമില്ലാണ്ടോ അല്ലെങ്കിൽ ജിൻഡോന് ഭാര്യനെ ഇഷ്ടമില്ലാണ്ടോ ഒന്നുമല്ല. ഒരുപാട് വിഷമത്തോടു കൂടി കണ്ണീരോട് കൂടിയാണ് ഡൈവോഴ്സ് പേപ്പറിൽ ജിൻഡോ ഒപ്പിട്ടത്. അപ്പോൾ അത് പല ദമ്പതികളും ഇതുപോലെ ജീവിക്കുന്നുണ്ട്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജോലി സംബന്ധമായിട്ട് തന്നെ പല സ്ഥലങ്ങളിലും ജോലി ഉണ്ടാവും, ഭർത്താവിൻ്റെ ജോലി വേറെ സ്ഥലത്താവും, ഇവർ കാണുന്ന ചിലപ്പോൾ 2 മാസം കൂടുമ്പോഴാവും, 1 മാസം കൂടുമ്പോഴാവും. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ആ ഒരു സ്നേഹത്തിൻ്റെ ബോണ്ടിങ് കിട്ടില്ല. സ്നേഹത്തിൻ്റെ ബോണ്ടിങ് തന്നെയല്ല, ഇതിനൊക്കെ ഒരുപാട് ശാരീരിക ബന്ധത്തിനൊക്കെ ഒരുപാട് സ്ഥാനമുണ്ട്, അതൊന്നും നഷ്ടപ്പെടണം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ജിൻഡോയുടെ ജീവിതം ഈ കട്ടം പടം മറക്കാനായിട്ട് കാരണം. പിന്നെ ഇപ്പോൾ ഉള്ളത് അമേരിക്കയിലുള്ളൊരു കുട്ടി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് വിവാഹത്തിലെത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല, നമുക്കതിലൊരു കൺഫേം ഇല്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോൻ്റെ പ്രായം കൂടുതലാണ്, ആ കുട്ടിക്ക് പ്രായം കുറവാണ്. അപ്പോൾ അത് ആ കുട്ടി ഇപ്പോഴും പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ജിൻഡോനെ ഒരുപാട് സ്നേഹമാണ്, പക്ഷെ അതൊരു പ്രേമമാണോ, അത് കല്യാണത്തിലേക്ക് പോവോ എന്നൊന്നും ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം. ഇനി അഥവാ കല്യാണത്തിൽ പോയി കഴിഞ്ഞാൽ ജിൻഡോ അവിടെയും ഒരു ട്രെയിനിങ് സെൻറ്റർ തുടങ്ങും. അവിടെ തുടങ്ങി അവിടുന്ന് ഈ ഒരു പ്രശ്നം, ഈ ആദ്യ ഭാര്യയിൽ ഉണ്ടാകുന്ന പ്രശ്നം വീണ്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കഴിച്ചെങ്കിൽ തന്നെ ജിൻഡോ ഇവിടുത്തെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് ആ കുട്ടി അമേരിക്കയിലെന്നല്ല പറഞ്ഞ് അമേരിക്കയിൽ ഒരു ഫിസിക്കൽ സെൻറ്ററോ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി അവിടെ ജീവിക്കാൻ നല്ലത്. ജീവിതം സുരക്ഷിതമാവാനും ജീവിതം ഭംഗിയാവാനും ദാമ്പത്യ ജീവിതം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് നമ്മൾ കണ്ടുവരുന്നത് ഇവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ വലിയ താല്പര്യം കുറവുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ജിമ്മും കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന ആൾക്കാർ അവർ ഒരുപാട് ശരീരം നോക്കുന്ന ആൾക്കാരാണ്. അവർക്ക് അങ്ങനെ ഒരു ദാമ്പത്യമോ ഒരു ലൈംഗിക ബന്ധങ്ങളോ അത് അത്രയും ഒരു തീവ്രമായിട്ട് അവർക്ക് കൊണ്ടു നടക്കാൻ അത്രയും പണിയാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് തന്നെ ഇവിടെ ബിഗ് ബോസിൽ വന്നപ്പോഴും നമ്മുടെ ജിൻഡോ അനുഭവിച്ചു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോയ്ക്ക് സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവിടെ ഓരോരുത്തർ തുടമ്പ് പിടിച്ചു, ഉറക്കത്തിൽ കുണ്ടിയമ്പ് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരാതികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഭാര്യമാരെ അധികം വാഴാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു നല്ലൊരു കുട്ടീനെ നോക്കി ഈ അമേരിക്കയിൽ ലണ്ടനിലേക്കൊന്നും പോകണതിലൊന്നും നമുക്ക് താല്പര്യമില്ല. നാട്ടിൽ തന്നെ ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ച് അമ്മയ്ക്കും അച്ഛനും കൂട്ടായി ആ പെൺകുട്ടീനെ അവിടെ നിർത്തി മൂപ്പരെ ജോലി എന്താണെന്ന് മനസ്സിലാക്കി നിൽക്കുന്ന ഒരു സ്ത്രീനെ, ഒരു നാട്ടുംപുറത്തുകാരിനെ ജിൻഡോ കല്യാണം കഴിക്കുന്നത് ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി അമേരിക്കയിലേക്ക് പോയിട്ട് ഇനിയൊരു ദാമ്പത്യ തകർച്ച ജിൻഡോയ്ക്ക് താങ്ങാവുന്നതിലും വലുതാവും. ജിൻഡോയുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കേരളത്തിലാണ്. അപ്പോൾ ഒരു അമേരിക്കയായിട്ടൊരു ബന്ധം എന്തായാലും സുരക്ഷിതമല്ല എന്നെനിക്ക് തോന്നുന്നു. അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനിയെല്ലാം ജിൻഡോയുടെ ഇഷ്ടം. പിന്നെ നമ്മുടെ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്, ബിഗ് ബോസിൽ പോയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് എനിക്ക് നമ്മുടെ റോബിൻ്റെ ഒരുപാട് പിന്തുണ, റോബിൻ്റെ അക്കമഴിഞ്ഞ പിന്തുണ നമ്മുടെ ജിൻഡോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. റോബിൻ്റെ ആർമികൾ മുഴുവൻ ജിൻഡോയ്ക്കാണ് വോട്ട് ചെയ്ത് പോകുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണല്ലോ ഇപ്പോൾ റോബിൻ ഈ വിന്നറായോടുകൂടി റോബിൻ വരാനും ജിൻഡോനെ അനുമോദിക്കാനും അങ്ങനെ കാണിച്ചുള്ളൊരു മനസ്സ്. റോബിനും ജിൻഡോയും തമ്മിൽ വലിയ സ്നേഹത്തിലാണ്. നമ്മുടെ ജിൻഡോൻ്റെ എല്ലാ ഉയർച്ചയിലും അതുപോലെ തന്നെ അവിടെ വോട്ടിങ്ങിൻ്റെ പ്രശ്നം വന്നപ്പോഴും റോബിൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ജിൻഡോനെ ജയിപ്പിക്കണം, ജിൻഡോ നമ്മുടെ ആളാണ് എന്ന് പറഞ്ഞിട്ട് ഒപ്പം കട്ടയ്ക്ക് നിന്ന ആളാണ് നമ്മുടെ റോബിനൊന്നും അങ്ങനെ ഒരാളെത്തും ചെയ്യില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോനെ അത്ര ഇഷ്ടം. അതുമല്ല, ജിൻഡോ അല്ലെങ്കിൽ സെലിബ്രിറ്റികളുടെ ജിംനാസ്റ്റിക്കാണ്. എല്ലാ സെലിബ്രിറ്റികളും മൂപ്പരെ ഫിനിക്സ് സെൻറ്ററിലൊക്കെ വന്നിട്ട് ഒരുപാട് പരിചയമുള്ളതാണ്. മോഹൻലാലിനെ പോലും ഇതിനു മുമ്പ് മൂപ്പർക്ക് പരിചയമുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ജിൻഡോ. അപ്പോൾ റോബിൻ്റെ അകമൊഴിഞ്ഞ വോട്ടുകളും അതിൻ്റെ പിന്തുണയും ഒക്കെ നമ്മുടെ ജിൻഡോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കത്തിപ്പടരുന്ന ഒരു വിവാദം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോ ഫേക്ക് വോട്ടുകൾ കൊണ്ടാണ് ജയിച്ചത്.
അതുകൊണ്ട് വോട്ടിംഗ് റീകൗണ്ടിങ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് മത്സരാർത്ഥികൾ പലരും ബിഗ് ബോസിനെ സമീപിക്കാൻ പോകുന്നുണ്ട്. ബിഗ് ബോസ് അതിന് സമ്മതിച്ചില്ലെങ്കിൽ കേസ് കൊടുത്തുകൊണ്ട് വീണ്ടും ഒരു റീകൗണ്ടിങ് നടത്തി അതിൽ അസാധു വോട്ടുകളുണ്ടെങ്കിൽ അത് കളഞ്ഞ് ഫേക്ക് വോട്ടുകളിൽ കയറിയുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി കളഞ്ഞ്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഫേക്ക് വോട്ടുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി കഴിയുമ്പോൾ ജിൻഡോ വിന്നർ ആവില്ല, ഒന്നുമില്ലെങ്കിൽ അർജുൻ അല്ലെങ്കിൽ ജാസ്മിൻ ഇവരാരെങ്കിലും ഒരാൾ വിന്നറാവും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിവാദം ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ റീകൗണ്ടിങ് നടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം എത്ര റീകൗണ്ടിങ് നടന്നാലും 39% വോട്ടിങ്ങിൻ്റെ മേലിന് നമ്മുടെ ജിൻഡോ നിൽക്കുന്നത്. അതെല്ലാം ഫേക്ക് വോട്ടുകളല്ല, അതൊക്കെ ഒറിജിനൽ വോട്ടുകളാണ്. അതൊക്കെ ഓരോ വോട്ടിനും ഓരോ ഫോൺ നമ്പറും ഉണ്ട്, ഓരോ വ്യക്തികളും ഉണ്ട്. അല്ലാണ്ട് ഫേക്കായിട്ടുള്ള വന്നുള്ള വോട്ടുകളൊന്നും ജിൻഡോൻ്റെ വോട്ട് പെട്ടിയിലില്ല. ഇതിപ്പോൾ ഓരോരുത്തർക്ക് തോന്നുന്ന ഓരോ കാര്യങ്ങളാണ്. അസൂയ, കുശുമ്പ്, ഇത്ര മാത്രമേ അതിന് പറയാനുള്ളൂ. ജിൻഡോ കപ്പടിക്കരുത് എന്ന് ഒരു വലിയൊരു ടീം തന്നെ അവിടെ നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കളിച്ചവർക്കല്ല കപ്പ് കിട്ടിയത്, കളി കണ്ടിരിക്കുന്നവന് കപ്പ് കൊടുത്തു എന്നാണ് ഇപ്പോൾ പുറത്തുള്ള ടോക്ക്. അതിനുള്ള ഏറ്റവും വലിയ ചരട് വലിക്കുന്നത് ആരാ? സിജോ, സായി, റസ്മിൻ, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അവരെ മുമ്പിൽ നിർത്തിയിട്ട് വലിയൊരു ടീം ആർമികൾ കളിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത കളികളാണ് നമ്മൾ പറയുന്നുള്ളൂ. ആ പാവത്തിന് ഇപ്പോഴും ആ പാവം ഓരോ ഫംഗ്ഷനും അതുപോലെ ആൾക്കാർ കൂടുമ്പോൾ പറയണത് ഞാൻ നിങ്ങളുടെ ജിൻഡോണ് കേട്ടാ, എന്നെ വേറെ രീതിയിൽ കാണരുത്, ഞാൻ നിങ്ങളുടെ ജിൻഡോണ് എന്ന് മാത്രം അദ്ദേഹം പറയണത്. ഒരു കപ്പ് നേടിയതിൻ്റെ ഒരു അഹങ്കാരമോ അങ്ങനെ അതിനുള്ള ഒരു തലക്കനോ ആൾക്കാരെ കണ്ടാൽ തിരിച്ചറിയാണ്ടിരിക്കുമോ അങ്ങനെ ഒരു അവസ്ഥയുമില്ല. ടൂക്കിലായിട്ട് ഒരാഴ്ച നിന്ന് 2 ആഴ്ച നിന്ന് പോകുന്ന ആൾക്കാർക്കാണ് അതിനേക്കാളും വലിയ തലക്കനം. ഇതൊക്കെയാണ് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക, അതുപോലെ കമൻ്റ് ഇടുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ അവിടെ നിർത്തുന്നു. ഗൈസ്, നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം.